വന്നതായ ഒരു ചിന്ത ഇതായിരുന്നു. ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ കൃഷിയുള്ളതായ സ്ഥലമാണ്. അവിടെ മിക്കവാറും വീടുകളിൽ വലിയ ചെമ്പുണ്ട് നെല്ല് പിഴുങ്ങുവാനായിട്ട്. നെല്ല് പിഴുങ്ങിന് ശേഷം അത് വെയിലത്തിട്ട് ഉണങ്ങും. അതിനുശേഷം മില്ലിൽ കൊണ്ടുവന്ന് അത് അതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് അത് അരിയായിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെയാണ് മിക്കവാറും ഞങ്ങളുടെ അവിടെ ആഹാരം കുക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ റൈസ് കുക്ക് ചെയ്യുന്നത്. എന്നാൽ ഈ വലിയ ചെമ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ ചെമ്പ് എപ്പോഴും വലിയ അടുപ്പത്താണ് ഇത് വെക്കുന്നത്. പുറത്താണ്. കാര്യം അകത്ത് കയറ്റാൻ ഒക്കത്തില്ല. കാര്യം അത്രമാത്രം വലിപ്പമുണ്ട്. മിക്കവാറും പറമ്പിന്റെ അല്ലെങ്കിൽ മുറ്റത്തിന്റെ ഒരു സൈഡിലൊക്കെ ആയിരിക്കും ഇത് സാധാരണ ഫിക്സ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത് നിറയുമ്പോൾ വെള്ളം ഒഴിക്കും. അതിനുശേഷം നെല്ല് അങ്ങോട്ട് ഇടും. ഇത് നിറഞ്ഞിരുന്ന് കഴിഞ്ഞാല് നമ്മള് അകത്തൊന്ന് പോയി ഒന്ന് കൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ശബ്ദവും കേൾക്കില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെള്ളവും ഈ നെല്ലും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒട്ടും ശബ്ദം വരത്തില്ല. എന്നാൽ ഇത് എംറ്റി ആണെങ്കിൽ, ഇതിനകത്ത് നെല്ലുമില്ല, വെള്ളമില്ല, ഇത് ചുമ്മാതെ അവിടെ ഇരിക്കുകയാണെങ്കിൽ ഒരു കമ്പ് കൊണ്ട് ഒന്ന് തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് ഒരു പ്രത്യേക ശബ്ദം ഇങ്ങനെ പാസ് ചെയ്തും പറഞ്ഞ് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് കൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം ചെന്ന് അവസാനിക്കുന്നത് ഒരു സകലം സമയമെടുത്ത് അവസാനിക്കും നമ്മൾ കേൾക്കുവാനായിട്ട് സാധിക്കും. ഞാൻ പലപ്പോഴും അത് ചെയ്തിട്ടുണ്ട്. കാര്യം വെറുതെ അവിടെ ഇരിക്കുകയല്ലേ, അപ്പോഴും കമ്പിട്ട് അടിക്കും, നല്ല ശബ്ദം കേൾക്കും, അത് കേൾക്കാൻ തന്നെ ഒരു രസമാണ് എന്ന് ഞാൻ പറഞ്ഞതിന്റെ എക്സാമ്പിൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് വെള്ളവും നെല്ലും നിറഞ്ഞിരിക്കുമ്പോഴേ ശബ്ദം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് ഉണ്ടാകേണ്ട കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്നേഹവും കരുതലും അല്ലെങ്കിൽ അന്യോന്യം കരുതുന്നതായ അനുഭവങ്ങളെ ഭർത്താവും ഭാര്യയും ഒരു നിറവിന്റെ അനുഭവം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിൽ ഈ ശബ്ദം കുറയുവാൻ ഇടയായി തരും. എവിടെ നിറവുണ്ടോ, സ്നേഹം കൂടുതലുണ്ടോ, കരുതലുണ്ടോ, അന്യോന്യം ബഹുമാനിക്കുകയും അന്യോന്യം കരുതുകയും ചെയ്യുന്ന ആ അനുഭവത്തില് കുടുംബങ്ങളെ ഒരു നിറവിന്റെ അനുഭവത്തില് ആയിരിക്കുന്നുവെങ്കിൽ ശബ്ദങ്ങള് കേൾക്കുകയില്ല. ഈ ദിവസം അങ്ങനെ ഉള്ളതായ കേട്ടതായ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ 2 ദിവസം നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ എന്തുമാണ് നമുക്ക് സ്നേഹം കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളിലെ, ഭാര്യയിലെ, ഭർത്താവിലെ നമുക്ക് സ്നേഹം കൊണ്ട് നിറയ്ക്കുവാൻ, കരുതലിന്റെ അനുഭവങ്ങൾ നിറയ്ക്കുവാൻ ഇടയാകുന്നുവെങ്കിൽ എന്തുവാണ് അവശബ്ദങ്ങളൊന്നും കേൾക്കാതെ സന്തോഷകരമായിട്ടുള്ളതായ കുടുംബങ്ങളെ നമുക്ക് നയിക്കുവാൻ ഇടയായിത്തീരും. കൂടുമ്പോൾ ഇമ്പം ആ ഭവനത്തില് ഉണ്ടാകും, വലിയ സന്തോഷം ആ ഭവനത്തില് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ ദിവസങ്ങളില് അങ്ങനെ നമ്മുടെ കുടുംബങ്ങളിലെല്ലാം വലിയ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ദിവസങ്ങളാക്കി നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് ട്രാൻസ്ഫോം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.